രാമലച്ചു നിരജ നമ്മളെ എടാ നിരജ നോക്കിയേ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടേ ഇങ്ങനെ പാത്രം കൊണ്ടിട്ട് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്തിട്ടിട്ട് നമ്മള് വെള്ളം ഒഴിച്ച് കഴുകുക. നിങ്ങൾ എപ്പോ ഫുഡ് കഴിച്ചാലും പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് അത് കഴിയുമ്പോൾ കഴുകിക്കണോട്ടോ. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കണേ. ഇത് കഴുകിയിട്ട് നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡൊക്കെ ഇല്ലേ, ഈ സ്നാക്സ് ചിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഒരു പ്രാവശ്യം കഴുകി എടുത്തു വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഓഫ് ചെയ്തിട്ട് ഇവിടെ സോപ്പ് ഉണ്ട്, ഈ സോപ്പ് ഞെക്കി സോപ്പ് ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഇടുക. ശരിക്കും സോപ്പ് ഇട്ടിട്ട് എണ്ണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടേ ക്ലീൻ ചെയ്ത് വീണ്ടും കഴുകുക. ഇങ്ങനെ കഴുകിയിട്ട് കണ്ട വെച്ചു നിരച്ചാ കണ്ട ഇങ്ങനെ കഴുകിയിട്ട് വെള്ളം ഓഫ് ചെയ്യാം. ചൂടാക്കി ഈ വെള്ളം തുറക്കുന്ന സമയത്ത് ഇതിന്റെ ഈ സൈഡിലേക്ക് ചൂടും ഈ സൈഡിലേക്ക് തണുപ്പാണ്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് തുറക്കണ്ട. ചൂട് കൂടുതലൊന്നും കൈ കൊള്ളാത്ത രീതിയിൽ നോക്കി കറക്റ്റായിട്ട് തുറക്കണം. ഓക്കെ. ഇനി അപ്പൊ നിങ്ങൾ എപ്പോ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ തന്നെ വാഷ് ചെയ്തിട്ട് ഒന്നുകിൽ ഇവിടെ വെച്ചേക്കാം, അതല്ലെങ്കിൽ ഇവിടെ വെച്ചേക്കാം. അച്ഛൻ ഈ അമ്മ വന്നിട്ട് എടുത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? ഡൺ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആർജിക്കുന്ന അറിവിൻ്റെ 25% മാത്രമാണ് വിദ്യാലയങ്ങളിൽ കൂടെ നമ്മൾ നേടുന്നത്. അടുത്ത 25% നമ്മുടെ വീടുകളിൽ നിന്നും, അടുത്ത 25% പൊതുസമൂഹത്തിലെ നമ്മുടെ ഇടപെടലുകളിൽ നിന്നും, അടുത്ത 25% നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ആർജിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നത്. നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ വീട്ടുജോലികളിൽ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ മുന്നോട്ടുള്ള ലൈഫിലും പഠനത്തിലും ജീവിതത്തിലൊക്കെ അത് വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ല ശീലങ്ങൾ പഠിച്ചു വളരുന്ന കുട്ടികളാണ് നാളെയുടെ നല്ല പൗരന്മാരായിട്ട് മാറുക എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾക്ക് ഉള്ള ട്രെയിനിങ് നമ്മളുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കട്ടെ. വീട് തന്നെയാണ് നമ്മളുടെ കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയം.